എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈശോയുടെ പീഡാനുഭവ മരണത്തെക്കുറിച്ചാണ്. ദുഃഖ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ മരണത്തെക്കുറിച്ചും ഈശോ മനുഷ്യ മക്കൾക്കായി സ്വയം ബലിയായി തീർന്നതിൻ്റെ രഹസ്യത്തെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കുന്ന ഒരു സമയമാണിത്. ഞങ്ങളുടെ ഇടവകയിലെ ഒരു പള്ളിയിൽ അൾത്താരയുടെ മുകളിലായി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ലാറ്റിൻ ഭാഷയിൽ, ഇൻ ക്രൂസ് സാലസ്, സാൽവേഷൻ ഈസ് ഓൺ ദ ക്രോസ്. കുരിശിലാണ് രക്ഷ. ഈശോയുടെ മരണത്തിന് മുന്ന് വെറും മരക്കുരിശായിരുന്ന, ശിക്ഷിക്കപ്പെടുവാൻ ഉപയോഗിച്ചിരുന്ന വെറും ഒരു മരക്കുരിശ് എങ്ങനെ പിന്നീട് മനുഷ്യ രക്ഷയുടെ പ്രതീകമായി മാറി എന്നുള്ളതാണ് ഈശോയുടെ മരണവുമായി ചിന്തിക്കേണ്ട ഏറ്റവും ഗഹനമായൊരു വിഷയം. കുരിശിൽ ഒരു മാംസ കഷ്ണം പോലെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഈശോയുടെ തിരുശരീരം കാണുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ചില ചിന്തകളാണ് ഈശോയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ ബലിയെക്കുറിച്ച്. ഇൻഫിനിറ്റ് ലവ് ഓഫ് ജീസസ്. രണ്ടാമത്, ഈശോയുടെ കുരിശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച പാപമോചനത്തെക്കുറിച്ച്. മൂന്നാമതായി, ഈശോയുടെ മൗനമായ സഹനത്തെക്കുറിച്ച്. നാലാമതായി, ശൂന്യവൽക്കരണത്തെക്കുറിച്ച്. അഞ്ചാമതായി, മരണത്തെ ജയിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാശയെക്കുറിച്ച്. ദൈവം മനുഷ്യനെ ഒരുപാട് സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അടയാളമായി സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യമക്കളുടെ പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുവാനായിട്ട് സ്വന്തം പുത്രനെ തന്നെ ബലിയായി നൽകാൻ ദൈവം കരുണ കാണിച്ചു. ഈശോയുടെ വാക്കുകൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം കൂട്ടുകാരന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ ത്യാഗമില്ലെന്ന് ഈശോ നമ്മളെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാം അധ്യായത്തില് 13-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈശോയുടെ സ്നേഹത്തിലൂടെ ഈശോയുടെ കൂട്ടുകാരായ, ഈശോ സ്നേഹിക്കുന്ന മനുഷ്യരെ നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കാനായിട്ട് ഈശോ സ്വന്തം ജീവൻ നൽകി നമ്മളെ രക്ഷിച്ചു. കുരിശു മരണത്തിന്റെ വിചാരണ മുതൽ കുരിശു മരണം വരെ, ഗാഗുൽത്തായിലെ കുരിശു മരണം വരെ നമ്മൾ കാണുന്ന ഈശോയുടെ നിരന്തരമായ ഒരു മൗനം നമ്മുടെ ധ്യാനത്തിന്, നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായി എടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും സമയം വരുമ്പോൾ ഈശോയിൽ, ദൈവത്തിൽ ആശ്രയിച്ച് ഈശോ കാണിച്ചു തന്ന പോലെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മൗനമായിട്ടുള്ള സഹനം നമ്മൾ പരിശീലിക്കേണ്ടതുണ്ടെന്നുള്ളൊരു ചിന്തയാണ് യേശുവിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. കുരിശുമരണമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട വേറെ ഒരു ചിന്തയാണ് ഈശോയുടെ ശൂന്യവൽക്കരണം, സെൽഫ് എംപ്റ്റിയിങ്. ഈശോ ദൈവപുത്രനാണെന്നുള്ള ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും താഴ്മയോടും വിനയത്തോടും കൂടെ ഒരു മനുഷ്യനായി മാറുന്ന ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോ ശിശുമാരുടെ പാദങ്ങൾ കഴുകുന്നു, തുടർന്ന് കുരിശുമരണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്
അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ലോകത്തിൽ നിന്ന് എളിമയുടെയും സ്നേഹത്തിൻ്റെയും ഈശോയുടെ രാജ്യത്തെക്കുറിച്ചാണ്. അതേപോലെ നമ്മൾ ചിന്തയ്ക്കെടുക്കേണ്ട വേറൊരു വിഷയമാണ് മരണത്തെ ജയിക്കുന്ന പ്രത്യാശ. ദുഃഖവെള്ളി എന്ന് പറയുന്ന ഒരു അവസാനമല്ല, അത് പ്രതീക്ഷയുടെ ഒരു തുടക്കമാണ്. ദുഃഖവെള്ളി ഉണ്ടെങ്കിലാണ്, കുരിശുമരണമുണ്ടെങ്കിലാണ് ഉത്ഥാനമുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ നിരാശകളും വിഷമങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ നമ്മൾ ഈശോയിൽ വിശ്വാസമർപ്പിച്ച് ഈശോയുടെ കുരിശ് ചേർത്ത് പിടിച്ച് നമ്മൾ ഉയർപ്പിലേക്ക് നോക്കുമ്പോൾ, ഉയർപ്പിൻ്റെ പ്രഭാവത്തിലേക്ക് നോക്കുമ്പോൾ ദൈവമഹത്വം ദർശിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടവരുമെന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഈശോയുടെ മരണത്തിന് മുമ്പ് ശാപത്തിൻ്റെയും വെറുപ്പിൻ്റെയും ചിഹ്നമായിരുന്ന കുരിശ് ഈശോയുടെ മരണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും രക്ഷയുടെയും പ്രതീകമായി മാറി. ഈ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത നുറക്കെ പറഞ്ഞുകൊണ്ട്, എഫാത്ത